നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നുകല്ലിൻമൂട്, അതായത് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ മൂന്നുകല്ലിൻമൂട് ആയുർവേദ ആശുപത്രിക്കും ഹോമിയോ ആശുപത്രിക്കും ഇടയ്ക്ക് പോകുന്ന വഴിയോരത്തെ ഹോമിയോ ആശുപത്രിയുടെ വഴിയിലാണ്. നേരെ പോയാൽ ഹോമിയോ ആശുപത്രി, അതായത് ആയുർവേദ ആശുപത്രി. അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ അവർ നിക്ഷേപിക്കുന്നു. അഭ്യസ്ത വിദ്യരാണെന്ന് അഭിമാനിക്കുന്ന മലയാളികളുടെ സ്വന്തം ചെയ്തികളാണിതൊക്കെ. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, MLA ഹരീന്ദ്രൻ, അതായത് പാറശാല MLA ഹരീന്ദ്രൻ ഇവിടെ നിന്ന് ഏതാണ്ടൊരു 10-12 വീട്ടിലാണ് താമസം. അതായത് MLAയുടെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു നിയമലംഘനം നടക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ഇത് കാണുന്നില്ലയോ, MLA ഇത് കാണുന്നില്ലയോ? പരാതിപ്പെട്ടിട്ടും മേൽ നടപടികളില്ല. ഇവിടെയൊന്നും CCTV ക്യാമറ ഇല്ലാത്തത് ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നുകിൽ ഇത് ചായക്കടയിൽ നിന്ന് വാങ്ങിച്ച ദോശയും ചമ്മന്തിയുടെ കവറ് എല്ലാം കൂടെ ചേർത്ത് മനഃപൂർവ്വം കൊണ്ടിട്ടിട്ടുള്ളതാണ്. ഇതാ മുട്ടത്തോട്, തേയിലപ്പൊടി, ഒന്നുകിൽ ഈ എന്താ പറയുക, ബോധിനി സ്റ്റീം പൊട്ടുപൊടിയുടെ കവറ്, ഒപ്പം മുട്ട ബൾക്കായിട്ട് വാങ്ങി. അപ്പോൾ ഇത് ഒന്നുകിൽ ചായക്കട, ഇത് മുട്ടേൻ്റെ കവറാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇത് കൊണ്ടിടുന്നു. ഇത് ഇവരുടെ ഈ നിയമലംഘനയുടെ ഒരു ഈ കാട് മുഴുവൻ രാത്രി കാലങ്ങളിൽ ചവറ് കൊണ്ടിടുന്നതാണ് ഇവിടുത്തെ പരിപാടി. രാത്രി ഇവിടെ ആൾവാസം കുറവാണ്. കാരണം ഉറങ്ങിക്കഴിഞ്ഞാലുമില്ല. പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം, ഇവിടെ CC ക്യാമറ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഈ വീട്ടിലുള്ളത് ഒരു അമ്മച്ചിയും അപ്പൂനും മാത്രമേ ഉള്ളൂ. അവർ ആരോഗ്യ വിഷയങ്ങളുള്ളതുകൊണ്ട് അവർക്ക് എതിർക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അവർക്ക് രാത്രി ഉറക്കണീറ്റ് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പുറത്തുള്ളൊരു അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. രോഗികളാണ്. അപ്പോൾ വൃദ്ധരും രോഗികളുമുള്ളൊരു ഏരിയ കൂടിയാണിത്. അപ്പോൾ ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രിയുടെ ചുറ്റുമുള്ള, അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് MLA ഹരീന്ദ്രൻ, പാറശാല MLA ഹരീന്ദ്രൻ്റെ നാട്ടിലെ, അതായത് ഒരു 10 വീട് കഴിഞ്ഞാൽ MLAയുടെ വീടാണ്. ആ നാട്ടിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, അതായത് ഒരു ഒരു ഭരണതലത്തിലുള്ള ഒരാളിൻ്റെ MLAയുടെ വീടിൻ്റെ എതിർവശത്ത് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇത് വേറെ ഒന്നുമില്ല, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ വരുന്നൊരു ഭാഗമാണിത്. അധികൃതർ ഇത് കാണട്ടെ, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതാ കാണുന്നത് വലത്തോട്ട് പോയ തിരുവനന്തപുരം ഹൈവേ ആണ്. നമ്മുടെ NHൻ്റെ വഴിയിലാണ്. ആ NHൻ്റെ അടുത്തുള്ള വഴിയിലാണ് ഇവിടെ എല്ലാം സർവത്ര ഇതിനിടയിലെല്ലാം ഇങ്ങനെ ചവറ് വാരി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റുകളും വീടിലെ വേസ്റ്റൊക്കെയാണ്. 70 രൂപ എന്തായാലും മുനിസിപ്പാലിറ്റിക്ക് വീട്ടുകാർ വന്ന് ഹരിത കർമ്മസേന എടുത്തിട്ട് പോലും ഇത് മനഃപൂർവ്വം, ഒന്നുകിൽ ഇത് ഹോട്ടലുകാർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ദുഷ്ടലാക്കോടുകൂടി ഏതോ സാമൂഹ്യദ്രോഹികൾ മനഃപൂർവ്വം കൊണ്ടുവരുന്നതാകാനാണ് സാധ്യത എന്നും അറിയുന്നു.